പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഏതോ ഒരു കാര്യത്തിൽ ഒരു കുറവ് ഉണ്ടായതുകൊണ്ട് മനസ്സിൽ വിഷമിച്ച് കഷ്ടപ്പെടുകയാണോ? വീട്ടിനുള്ളിൽ, ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനത്തിലൊരു കുറവുണ്ടായിരിക്കുന്നു, അഥവാ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു കുറവുണ്ടായിരിക്കുന്നു. ഒരു പൂർണ്ണ അനുഗ്രഹത്തെ കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഒരു കുറവിൽ ജീവിക്കുന്നത് പോലെയുണ്ട്. കടം, ദാരിദ്ര്യം, പണപ്രശ്നം എന്ന് പറയുകയാണോ? പക്ഷേ നാം കുറവില്ലാതെ ഒരു പൂർണ്ണതയോടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു നമ്മെ പൂർണ്ണമായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെങ്ങനെയാണ് കുറവുണ്ടായത്? ദൈവം പൂർണ്ണമായി അനുഗ്രഹിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? പിന്നെന്തുകൊണ്ടാണ് കുറവുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ 34 സങ്കീർത്തനം 9 വാക്യത്തിൽ, യഹോവയുടെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ഇപ്പോൾ നാം ഭക്തിയുള്ളവരാണ്. ദൈവത്തോട് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, മമതയുണ്ട്. അതെല്ലാം ശരിയാണ്. അതുമാത്രം മതിയെന്ന് കരുതുന്നുണ്ടോ? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, അത് മതിയെന്ന് വിചാരിക്കുകയാണോ? അല്ല, ഭയപ്പെടണം. ഇന്ന് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെല്ലാം ശരിയാണ്. ദൈവഭക്തിയുണ്ട്, അത് പോരാ, അത് മതിയാവില്ല. കാരണം വളരെ ഭക്തിയോടെ ഇരിക്കുന്നു, പക്ഷേ കൈക്കൂലി വാങ്ങുന്നു. ഭക്തിയുണ്ട്, പക്ഷേ കുടിക്കുന്നു. ഭക്തിയുണ്ട്, പക്ഷേ അഴിമതി ചെയ്യുന്നു. ദൈവത്തെ നമസ്കരിക്കാൻ വന്നാൽ മഹാഭക്തി, ഷട്ടഴിച്ച് അരയിൽ തുണികെട്ടി സാഷ്ടാംഗം വീഴുന്നു. പുറകിൽ നോക്കിയാൽ കൈക്കൂലി, അഴിമതി എല്ലാമുണ്ട്. നാം അത് കാണുന്നുണ്ട്, അത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? ഭക്തി ഉണ്ട്, പക്ഷേ ദൈവഭയം ഇല്ല. ദൈവമെന്ന ഒരാളുണ്ട്, എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, കൈക്കൂലി വാങ്ങരുത്, അഴിമതി ചെയ്യരുത്, കുടിക്കരുത്, അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യരുത് എന്ന് ഒരു തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുക? ദൈവഭയം ഉണ്ടാകുമ്പോൾ. നമ്മുടെ നാട്ടിലിന്ന് ഭക്തിക്കൊരു കുറവുമില്ല. ഭരണകർത്താക്കൾ മുതൽ എല്ലാവർക്കും ഭക്തിയുണ്ട്, എല്ലാവർക്കും ഭക്തിയാണ്, സാഷ്ടാംഗം വീഴുകയാണ്. പക്ഷേ സകല കള്ളത്തരങ്ങളും ചെയ്യും. കണ്ടിട്ടുണ്ടോ? എന്താണ് കാരണം? ഭക്തി മാത്രമേയുള്ളൂ, ദൈവഭയം ഒട്ടുമില്ല. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, ദൈവഭക്തിയുള്ളവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. നിങ്ങളെങ്ങനെയാണ്? വെറും ഭക്തി മാത്രമേയുള്ളോ? കർത്താവായ യേശുവിനെക്കുറിച്ച് ഭയമുണ്ടോ? ഭയവും ഭക്തിയും വേണം, ഭയഭക്തി, അവ രണ്ടും വേണം. ദൈവത്തോട് ഭക്തിയുണ്ടാവണം, ദൈവത്തെക്കുറിച്ച് ഭയവും ഉണ്ടാവണം. ഭയമുണ്ടായാൽ എന്താണ് ചെയ്യുക എന്നറിയാമോ? ഞാൻ പറയുന്നത് യേശു കേൾക്കുന്നുണ്ട്. ആ ഭയമുണ്ടെങ്കിൽ അനാവശ്യങ്ങൾ പറയില്ല, മറ്റുള്ളവരെപ്പറ്റി സംസാരിക്കില്ല, പരിഹസിക്കുകയില്ല. ഞാൻ ചെയ്യുന്നത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഭയമുണ്ടായാൽ തെറ്റ് ചെയ്യുകയില്ല. നമ്മളാരും കൈക്കൂലി വാങ്ങി അഴിമതി ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടാകും. അതിനാൽ കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കുറവുണ്ടാവുകയില്ല. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനുമുള്ള വ്യത്യാസം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ, ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നയൊരു ഭക്തിയുണ്ടാവണം, കർത്താവിനെ പേടിക്കുന്നയൊരു ഭക്തിയോടെ ഞാൻ ജീവിക്കണമെന്ന് ഭരമേൽപ്പിക്കൂ. ഒരു നന്മയും കുറയുകയില്ല, നിറഞ്ഞ അനുഗ്രഹമുണ്ടാകും. ഇന്ന് ഭരമേൽപ്പിക്കുമോ? എങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് ദൈവത്തോട്, ദൈവമേ, അങ്ങയോട് എനിക്ക് ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ അങ്ങയെക്കുറിച്ചുള്ള ഭയം എനിക്ക് വേണം. ഞാൻ യഹോവയോടുള്ള ഭയത്തോടുകൂടി ജീവിക്കണം. എപ്പോഴും ദൈവഭയം എൻ്റെ ഉള്ളിലുണ്ടാവണം. അതിനുള്ള കൃപ തരയണമേ. ദൈവഭയത്തോടെയുള്ളവർക്ക് കുറവുണ്ടാവുകയില്ല, പൂർണ്ണ അനുഗ്രഹമുണ്ടാകുമെന്ന് പറഞ്ഞു. ആ അനുഗ്രഹമുണ്ടായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ